ഒരു ദീപാവലി കൂടി എത്തുകയാണ്. കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന സന്തോഷത്തിന്റെ അവസരം കൂടിയാണ് ദീപാവലി. ഐശ്വര്യത്തെ വരവേൽക്കാൻ ദീപാവലിക്ക് മുന്നോടിയായി വീട് ഒരുക്കിയിടുന്ന പതിവുണ്ട്. ഈ ദീപാവലിയിൽ പഴയതും തകർന്നതുമായ വസ്തുക്കൾ നീക്കം ചെയ്ത് നിങ്ങളുടെ വീടിനെ സന്തോഷത്തിനും സമൃദ്ധിക്കും വേണ്ടി ഒരുക്കുക. വാസ്തുശാസ്ത്രത്തിൽ പൊട്ടിയ ഗ്ലാസ് വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നതും അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇത് വീട്ടിൽ ദാരിദ്ര്യം, നെഗറ്റീവ് എനർജി എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ അത്തരം വസ്തുക്കൾ ഉപേക്ഷിക്കുക. ആളുകൾ പലപ്പോഴും വീടുകളിൽ പുതിയ ഷൂസ് വാങ്ങാറുണ്ട്. എന്നാൽ പഴയ ഷൂസും സ്ലിപ്പറുകളും കുമിഞ്ഞുകൂടാറുണ്ട്. പഴയ ഷൂസും സ്ലിപ്പറുകളും നിറഞ്ഞ ഒരു ഷൂ റാക്ക് മോശമായി കാണപ്പെടുന്നു. മാത്രമല്ല, വാസ്തുശാസ്ത്രമനുസരിച്ച് പഴയ ഷൂസും സ്ലിപ്പറുകളും വീട്ടിൽ സൂക്ഷിക്കുന്നത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇത് വീട്ടിൽ നെഗറ്റീവ് എനർജി പ്രവേശിക്കാൻ കാരണമാകുന്നു. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കാലക്രമേണ കേടാകുന്നു. എന്നിരുന്നാലും ഭാവിയിൽ ഉപയോഗിക്കാമെന്ന പ്രതീക്ഷയിൽ ചിലർ അവയെ മാലിന്യമായി സൂക്ഷിക്കുന്നു. അവ നന്നാക്കുന്നത് പലപ്പോഴും ചെലവേറിയതാണ്. അതിനാൽ പഴയ ഇലക്ട്രോണിക് വസ്തുക്കൾ ഒന്നുകിൽ ആക്രിക്കടയിൽ വിൽക്കുകയോ സുരക്ഷിതമായി നശിപ്പിക്കുകയോ ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ ഒരു തകർന്ന കിടക്കയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ദീപാവലിയിൽ അത് മാറ്റി സ്ഥാപിക്കണം. വിശ്വാസമനുസരിച്ച് തകർന്ന കിടക്ക ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ വീട്ടിൽ ഒരു കേടായ ഘടികാരമുണ്ടെങ്കിൽ ദീപാവലിക്ക് മുൻപ് അത് നീക്കം ചെയ്യുക. കേടായ ഘടികാരം വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി കൊണ്ടുവരും. വാസ്തുശാസ്ത്രമനുസരിച്ച് അത് വീടിൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തും. നിങ്ങളുടെ വീട്ടിൽ ഒരു പൊട്ടിയ വിഗ്രഹമുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് വാസ്തുദോഷങ്ങൾ കുറയ്ക്കുകയും വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും അനുഭവപ്പെടുന്നത് തടയുകയും ചെയ്യുന്നു. മാത്രമല്ല, പൊട്ടിയ വിഗ്രഹം വീടിൻ്റെ ഭംഗിയും രൂപവും നശിപ്പിക്കുകയും ചെയ്യുന്നു. പഴയ പത്രങ്ങൾ, ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ, വർഷം മുഴുവനും അടിഞ്ഞുകൂടിയ പൊട്ടിയ വസ്തുക്കൾ എന്നിവ മൂലയിൽ വീണേക്കാം. ദീപാവലിക്ക് വൃത്തിയാക്കുമ്പോൾ വീട് വൃത്തിയായി സൂക്ഷിക്കാനും പോസിറ്റീവ് എനർജി നിറയ്ക്കാനും അത്തരം മാലിന്യങ്ങളെല്ലാം വീട്ടിൽ നിന്ന് നീക്കം ചെയ്യുക. മാലിന്യം അനാവശ്യമായ സ്ഥലം കൈവശപ്പെടുത്തുകയും വൃത്തികെട്ടതായി കാണപ്പെടുകയും ചെയ്യുക മാത്രമല്ല, വിശ്വാസമനുസരിച്ച് വീട്ടിൽ ലക്ഷ്മി ദേവി വസിക്കുന്നത് തടയുകയും ചെയ്യുന്നു. അതിനാൽ ദീപാവലി ശുചീകരണ വേളയിൽ ഈ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്.